നമ്മുടെ രാജ്യത്ത് പ്രതിരോധ സംവിധാനത്തിൽ ഒരു സ്വയം പര്യാപ്തത നേടുക എന്നത് ഓരോ ഇന്ത്യക്കാരന്റെയും ഒരു സ്വപ്നമാണ്, അല്ലെ? അതെ, പക്ഷെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നാം ചുവട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പല സംവിധാനങ്ങളുമാണ് ഇന്ന് പ്രതിരോധ സംവിധാനത്തേക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിൽ ഒരു സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പുതുതായി നിർമ്മിച്ച ഒരു മിസൈലിന്റെ ഒരു പരീക്ഷണം വിജയകരമായി നടന്നു എന്നുള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഏതൊരു ഇന്ത്യക്കാരും അഭിമാനിക്കാവുന്ന കൃത്യമായി അഭിമാനിക്കാവുന്ന ഒരു വാർത്ത തന്നെയാണിത്. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നാം ഇൻഡിജീനിയസ് ആയി തന്നെ വികസിപ്പിച്ചെടുത്തതാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനിക്കാവുന്നതായിട്ടാണ് തോന്നുന്നത്. അതിനെക്കുറിച്ചാണ്, അതായത് നമ്മളുടെ പ്രതിരോധ മിസൈലായ, അതായത് ഇന്ത്യൻ പ്രതിരോധ കോട്ടയുടെ ഒരു വജ്രായുധം എന്ന് തന്നെ DRDO ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കുന്ന നമ്മുടെ അസ്ത്ര മാർക്ക് 1 മിസൈലിന്റെ വിശേഷങ്ങളാണ് നാം ഇന്ന് പങ്കുവെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനു മുൻപ് സമകാലീന വാർത്തകൾ, പിന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം നാം യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. എന്തെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളോ ഏറ്റക്കുറച്ചിലുകളോ വീഡിയോയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈൽ സംവിധാനമായ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ അസ്ത്ര വിജയകരമായി പരീക്ഷിച്ച് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. വ്യോമസേനയുടെ സഹായത്തോടു കൂടി നടന്ന ഈ പരീക്ഷണത്തിൽ അസ്ത്ര തന്റെ ലക്ഷ്യങ്ങളെ വിജയകരമായി തകർക്കാൻ കഴിഞ്ഞതായും DRDO അവകാശപ്പെട്ടു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഒഡീസയിലെ ചാന്ദ്പൂരിൽ വെച്ച് നടന്ന പരീക്ഷണത്തിലാണ് അസ്ത്ര മിസൈൽ ഈ ലക്ഷ്യങ്ങളെ വിജയകരമായി തകർത്തതെന്നും മിസൈൽ പരീക്ഷണം ഒരു വിജയകരമായി തീർന്നതെന്നും DRDO അറിയിച്ചു. നമ്മുടെ സുഖോയ് 30 MKന് സമാനമായ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഈ അസ്ത്ര മിസൈലിലെ വിക്ഷേപണം നടത്തിയതും വിജയിച്ചതുമെന്നാണ് DRDO പറയുന്നത്. അതിവേഗ വ്യോമ സംവിധാനങ്ങളും ആളില്ലാ വ്യോമ സംവിധാനങ്ങളും ലക്ഷ്യങ്ങൾ കൃത്യമായി തകർക്കുവാൻ ഈ പരീക്ഷണത്തിൽ നമ്മുടെ അസ്ത്ര മിസൈലിന് കഴിഞ്ഞു. അത് മാത്രമല്ല, ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ള റേഡിയോ ഫ്രീക്വൻസി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചതാണെന്നും ആ ഒരു ദിശനിർണയ സാങ്കേതിക വിദ്യയ്ക്ക് ഇന്ത്യയുടെ ഇൻഡിജീനിയസ് ആയുള്ള ഡെവലപ്മെന്റിന്റെ ഭാഗമായുള്ളതാണെന്നും നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് വ്യോമസേനയുടെ ചരിത്രത്തിലെ തന്നെ, അതായത് ആകാശ പ്രതിരോധ സംവിധാന മേഖലയിൽ ഒരു വജ്രായുധമാകുന്ന ഒരു നാഴികക്കല്ലാവുന്ന നേട്ടമാണെന്ന് DRDO അറിയിച്ചു. നിലവിൽ നാം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈലിലെ പ്രത്യേകതകൾ നമുക്ക് തീർച്ചയായും അഭിമാനിക്കാവുന്ന പല പ്രത്യേകതകളുമുണ്ട്. അതായത് നിലവിൽ പല രാജ്യങ്ങളും ഉപയോഗിക്കുന്ന റഷ്യയുടെ R-77 എന്ന ഇത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിൽപ്പെട്ട മിസൈലിന്റെ ദൂരപരിധി 80 കിലോമീറ്റർ ആണ്. പക്ഷെ DRDO പരീക്ഷിച്ച ഈ നമ്മുടെ അസ്ത്ര മാർക്ക് 1 മിസൈലിന്റെ ദൂരപരിധി 100ൽ കൂടുതലാണ്. 100 110 ഒക്കെ ആയിരിക്കും ഇതിന്റെ റേഞ്ച് ദൂരപരിധി എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ നിശ്ചയിച്ചിരിക്കുന്ന റേഡിയോ ഫ്രീക്വൻസി സംവിധാനങ്ങൾ നാം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തതാണ്. അത് മാത്രമല്ല, ഗതി നിർണയ ട്രാക്ക് ചെയ്യുകൾ, മറ്റുള്ള സംവിധാനങ്ങൾ, അതായത് നമ്മൾ ആക്രമിക്കാൻ വരുന്ന സംവിധാനങ്ങൾ ട്രാക്ക് ചെയ്യാനൊക്കെ ഇതിന് അതിവേഗം കഴിയും, കൃത്യതയോടെ കഴിയും. കാരണം ഇതിന്റെ ഗതി നിർണയം, അതായത് ഇതിന്റെ നാവിഗേഷനൊക്കെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ, ഇതിനകത്ത് ഘടിപ്പിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡിന്റെ കീഴിൽ അവരുടെ ഒരു സഹായത്തോടു കൂടി നിർമ്മിച്ചതാണ്. അതായത് തീർച്ചയായും മുഴുവനായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത എന്ന് വേണം പറയാൻ. അതായത് ഇത്തരത്തിലുള്ള മറ്റുള്ള മിസൈലുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ വളരെയേറെ കൃത്യതയുള്ള, അതായത് നമ്മുടെ വ്യോമ പ്രതിരോധത്തിന് വേണ്ട ആളില്ലാ വിമാനങ്ങൾ, മറ്റുള്ള സംവിധാനങ്ങൾ വെച്ച് ആക്രമിക്കുമ്പോൾ ഇതൊക്കെ തടുക്കാൻ അസ്ത്ര മിസൈലുകൾക്ക് കഴിയുമെന്നാണ് നാം പൂർണ്ണമായും തെളിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയുടെ ഒരു പ്രതിരോധ കോട്ടയിൽ ഒരു പുത്തൻ വിസ്മയമായി മാറിയിരിക്കുകയാണ് നമ്മുടെ അസ്ത്ര വിസ്മയിൽ എന്ന് നിസ്സംശയം പറയാം. ഇന്ത്യയിൽ ഇതിൽ അഭിനന്ദിക്കേണ്ടത് DRDOയിലെ മുഴുവൻ ശാസ്ത്രജ്ഞരെയും അതിന്റെ പിന്നിലെ അണിയറ പ്രവർത്തകരെയുമാണ്. നാം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കിടപിടിക്കുന്ന ഒരു സാങ്കേതിക ശക്തിയായി, അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന് ശക്തമായ തെളിവാണ് ഇത്തരത്തിലുള്ള പല അസ്ത്ര മിസൈൽ മാത്രമല്ല, നാം ഇൻഡിജീനിയസ് ആയി ചെയ്യുന്ന പല മിസൈലുകളെയും പ്രതിരോധ സംവിധാനത്തിലെയും മറ്റുള്ള ടെക്നിക്കൽ സ്പേസ് സാറ്റലൈറ്റ് എല്ലാ ടെക്നോളജി ആയാലും ISRO അടക്കമുള്ള ഇന്ത്യൻ സ്ഥാപനങ്ങൾ നടത്തുന്ന നേട്ടം എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനാവുന്ന ഒരു നേട്ടം തന്നെയാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് വിശ്വാസത്തോടെ നിങ്ങളെ എല്ലാവരെയും അടുത്ത ഇത്തരത്തിലുള്ള ന്യൂസുകളുമായി വീണ്ടും വരും. തീർച്ചയായും സപ്പോർട്ട് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും